വബറകാതുഹു. ഇപ്പോൾ നാം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നതായി നാം വാർത്തകളിൽ അറിയുന്നുണ്ട്. മുസ്ലിങ്ങളെ ഈമാനികമായും ഇസ്ലാമിൻ്റെ ആദർശപരമായും ആശയ സംബന്ധമായും എല്ലാവരും മറ്റു മതക്കാരടക്കം എതിർക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിൽ ഇതിനെ സംബന്ധിച്ച് ചില ചർച്ചകൾക്ക് നമുക്ക് പോകാം. നമ്മുടെ ഇന്ത്യയിലേക്ക് ധാരാളം അധിനിവേശ ശക്തികൾ കടന്നു വന്നിട്ടുണ്ട്. ഈ അധിനിവേശ ശക്തികൾ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്കിപ്പോ സലാഹ് ഉസ്താദിനോട് ചോദിക്കാം. സലാഹ് ഉസ്താദെ, എങ്ങനെയാണ് അധിനിവേശ ശക്തികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നത്? അതായത് വ്യാപാരത്തിനായി കടന്നു വന്ന പോർച്ചുഗീസുകാർ 1400-കളിൽ വ്യാപാരത്തിനായി വാസ്കോ ഡ ഗാമയും സംഘവും അതായത് പോർച്ചുഗീസിൽ നിന്ന് കേരളത്തിലേക്ക് കടന്നു വരികയുണ്ടായത്. വൈദേശിക ശക്തികളായ അവർ കടന്നു വരികയും പിന്നീട് കേരളത്തെ അധീനതയിലാക്കുകയും ചെയ്തു. ഇന്ത്യ എന്നൊരു രാജ്യ സമ്പ്രദായം അന്നില്ലായിരുന്നു. പല നാട്ടുരാജ്യങ്ങളായി വിഭജിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കേരളത്തിൽ കാപ്പാട് വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങുകയും സാമൂതിരിയുമായി വ്യാപാരത്തിൽ ഏർപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ഈ കേരളത്തിന്റെ സുഗന്ധ വ്യഞ്ജനങ്ങളെല്ലാം വളരെയധികം താല്പര്യം കാണിക്കുകയും ഗാമ കേരളത്തോടും അതുപോലെ തന്നെ ഈ സാമൂതിരിയോടും യുദ്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെയാണ് പിന്നെ ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ബ്രിട്ടീഷുകാർ തുടങ്ങിയ വൈദേശിക ശക്തികൾ അങ്ങനെ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും കടന്നു വരികയാണ് ഉണ്ടായത്. പിന്നീട് വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം ഇന്ത്യ വൈദേശിക ശക്തികളുടെ ആധിപത്യത്തിലാണ്ടിരുന്നു. അപ്പോ ഇന്ത്യയിൽ മറ്റു മതക്കാർ, ധാരാളം മതക്കാർ ഉണ്ട്. ഇസ്ലാം അല്ലാതെ ഹിന്ദു, ക്രിസ്ത്യൻ, പിന്നെ അങ്ങനെയുള്ള ധാരാളം മതക്കാരുണ്ട്. ഈ അവസരത്തിൽ നമ്മുടെ ഇസ്ലാമിനോട് അഥവാ മുസ്ലിങ്ങളോട് അവർ എങ്ങനെയാണ് പെരുമാറിയെന്നത് സനാ ഹുസൈനോട് ചോദിക്കുന്നത്. ഇസ്ലാം ഇന്ത്യയിൽ വന്നതിന് ശേഷം ആദ്യം മുസ്ലിമീങ്ങളുടെ പെരുമാറ്റത്തിൽ ആകൃഷ്ടരായ മറ്റു മതസ്ഥർ മുസ്ലിമീങ്ങളെ നന്നായി ബഹുമാനിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇസ്ലാമിലെ കള്ളുകുടിക്കരുത് അങ്ങനെ പോലത്തെ പല നിയമങ്ങളും തങ്ങളുടെ സുഖങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് കണ്ട് പിന്നീടുള്ള അതുപോലത്തെ പല നിയമങ്ങളും കണ്ടുകൊണ്ട് അവർ ഇസ്ലാമിലെ പല ആളുകളെയും എതിർക്കുവാനും ക്രമേണ അവർക്ക് എങ്ങനെയൊക്കെ ദ്രോഹങ്ങൾ ചെയ്യാമോ ആ നിലക്കൊക്കെ അവരെ ദ്രോഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും മഹത്തായ ഉത്തരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മസ്ജിദ് തകർക്കലും അമ്പലം പണിയലും. ഇപ്പോ മറ്റു മതക്കാർക്ക് ഇസ്ലാമിനെ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക? ഇസ്ലാമിന്റെ സ്വഭാവം എങ്ങനെയാണ്? ഇസ്ലാം തികച്ചും മനുഷ്യന് അവന്റെ ശാരീരികമായ മാനസികമായും ഉന്നതിക്ക് വേണ്ടിയുള്ള മതമാണ് എന്ന് വാസ്തവത്തിൽ എല്ലാവർക്കും അറിയാം. എന്നാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയാത്തവർ അതിൽ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാണിച്ചു തന്ന മാതൃക നമുക്ക് വളരെ ഉദാഹരണമായ
ഒരു സംഭവമാണ് പ്രബോധനത്തിന്റെ മാതൃക. ആ ശൈലിയിൽ നമുക്ക് ഇസ്ലാമിനെ പ്രബോധനം നടത്താം. പിന്നെ നമ്മുടെ അധിനിവേശ ശക്തികൾ നമ്മളെ എത്രയും ബുദ്ധിമുട്ടിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോ ഇപ്പോഴുള്ള ഭരണകൂടം എങ്ങനെയാണ് സലാഹ് ഉസ്താദ്? അതെ, തീർച്ചയായും ഒരു പ്രസക്തിയേറെ ചോദ്യം തന്നെയായിരുന്നു. അതായത് ഇപ്പോഴുള്ള ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ പല നയങ്ങളും ഒരു ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതിന് പല ഉദാഹരണങ്ങൾ നമുക്ക് ദിനംപ്രതി കാണാൻ കഴിയും. ഉദാഹരണത്തിന് പല പള്ളികളും ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബരി മസ്ജിദ് പൊളിച്ചുകൊണ്ട് അയോധ്യ രാമക്ഷേത്രം ഉണ്ടാക്കി. അതുപോലെ തന്നെ ഗ്യാൻവാപ്പി മസ്ജിദിൽ പൂജകൾ നടത്തി. തുടങ്ങി പല നയങ്ങളും അവർ ഒരു മതരാഷ്ട്രം എന്നൊരു ആശയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് നമുക്ക് പറയാൻ കഴിയും. കാരണം അതുവരെ ഒരു സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ന് വരെ, അതായത് മൻമോഹൻ സിംഗിന്റെ കാലം വരെ ഉണ്ടാകാത്ത ചില ആശയങ്ങളും ചില നയങ്ങളും പിന്നീട് ഉണ്ടായി. ഈ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ഒരു തീവ്ര ഹിന്ദുത്വത്തെ വളർത്തിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പൗരത്വ ഭേദഗതി ബില്ല്, അതുപോലെ ഈ പൂജകൾ നടത്തുന്നതെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ ഗുജറാത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഈ ബിൽക്കീസ് ബാനുവിനെ ബലാത്സംഗം ചെയ്യുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് കടുത്ത ക്രൂരതയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുസ്ലിങ്ങൾ ഇപ്പോ ഇന്ത്യയിൽ ജീവിക്കാൻ പ്രയാസപ്പെടും എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോ ഇവിടെ ചർച്ചക്ക് പങ്കെടുത്ത സലാഹ് ഉസ്താദിനെയും നന്ദി പറഞ്ഞ്, ഇത് കേൾക്കാനിരുന്ന നിങ്ങൾക്കും നന്ദി പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ചർച്ച സമാപിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.